മക്കളെ പൊന്നാ എവിടെ എൻ്റെ കുട്ടി? ഞാൻ വീട്ടില്ല. എന്തെടുക്കുക എൻ്റെ പൊന്നൂസ്? ഞാനിങ്ങനെ വെറുതെ കിടക്കുക. എൻ്റെ കുട്ടി എന്തോ കഴിച്ചു? ഞാൻ പാല് കുടിച്ചു. മോളെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല വയറ് നിറച്ച് ആഹാരം കഴിക്കണമെന്ന്. നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് ഇച്ഛാനേ ഉള്ളില്ലാതാവുന്നു. നിനക്ക് പോലും മനസ്സിലാവുന്നുണ്ടോ പെണ്ണെ? ഒരു അടി വെച്ചു തരും കേട്ടോ. മക്കൾ നേരത്തെ കിടന്ന് ഉറങ്ങണം കേട്ടോ. നേരത്തെ കിടന്ന് ഉറങ്ങാം. ഇച്ഛാനെ മനസ്സ് വിചാരിച്ച് ഇച്ഛാനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. ഉറങ്ങട്ടെ ഇച്ചായ? ഓക്കെ മോളെ, ബായ്, നാളെ കാണാം കേട്ടോ. കേട്ടില്ലേ, എന്തൊരു കെയറിങ് അല്ലേ. ആതിരയുടെ സ്വന്തം കാമുകനാണ് ഈ സംസാരിച്ചത്. അവൾക്ക് വല്ലാത്തൊരു നിർവൃതി കൊള്ളുന്ന വാക്കുകളാണ്. അവളുടെ ശരീരം ആസകലം ഇളകി, മനസ്സ് എന്തിനു വേണ്ടി ഇങ്ങനെ തുടുമ്പി നിൽക്കുമല്ലോ, ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവൾക്ക്. അതേസമയം ഈ ആതിര ഭർത്താവിൻ്റെ ആ ശബ്ദം കേൾക്കുകയാണ്. ഭർത്താവ് വന്ന് കയറുമ്പോൾ തന്നെ, എൻ്റെ അത് നിനക്ക് വേറെ ഒരു പണിയില്ലടി വച്ചേ, 24 മണിക്കൂർ മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുവാണ്. നീ ആ കൊച്ചിൻ്റെ കാര്യം നോക്കിയോ? നീ സമയത്ത് ആഹാരം ഉണ്ടാക്കിയോ? 24 മണി മലന്ന് കിടന്ന് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുമോ? എനിക്ക് ക്ഷേത്രത്തിൽ പോകണല്ലോ. നീ വല്ല ഉണ്ടാക്കി വെച്ച സാധനത്തിന് ഉപ്പുമില്ല, മുളകുമില്ല, ഒന്നുമില്ല. എനിക്ക് കാണുമ്പോഴേ പെരുപ്പ് കയറി വരുന്നത് എന്നും പറഞ്ഞ ഭർത്താവിൻ്റെ ഒരു പോക്ക്. അതിൻ്റെ മനസ്സിൽ ഈ രണ്ട് ശബ്ദവും കൂടി ഇടിച്ചു കയറുകയാണ്. ഈ ചെവിയിൽ കാമുവിൻ്റെ ആ സുന്ദര ശബ്ദം, ഇപ്പുറത്ത് ഭർത്താവിൻ്റെ ആ ഒരു ആക്രോശം. അപ്പോൾ ഒരു ചെവിയിൽ കാമുകൻ്റെ കെയറിങ്ങും ഇപ്പുറത്തെ ചെവിയിൽ ഭർത്താവിൻ്റെ കാറിങ്ങും. ഇതിലേത് റിങ്ങാണ് ഒരു ഭാര്യ തിരഞ്ഞെടുക്കേണ്ടത്? കേട്ടോളൂ. ആതിരയ്ക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് മടുത്ത്. എങ്ങനെ മടുക്കാതിരിക്കുമെന്നേ? രാവിലെ ഭർത്താവ് അങ്ങ് ജോലിക്ക് പോകും, കൊച്ചു അങ്ങ് സ്കൂളിൽ പോകും. പിന്നെ എത്ര എന്നും പറഞ്ഞ് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ അടച്ചിരിക്കുന്നത് മടുത്തു എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മടുപ്പായി. അങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കിടക്കിടക്കിടാന്ന് പറഞ്ഞ് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇവൾ ആ കാഴ്ച കാണുന്നത്. ഒരു പയ്യൻ മീശയൊക്കെ ചുരുട്ടി വെച്ച് നല്ല ചുമന്ന ചുണ്ടൊക്കെ ആയിട്ട് മുടിയൊക്കെ ചരിച്ച് ചീപ്പി ഒരു വീഡിയോയിൽ വരുന്നത്, പാട്ടൊക്കെ പാടിക്കൊണ്ട് വരികയാണ്. നല്ല രീതിയിൽ വായൊക്കെ അനക്കുന്നുണ്ട്. ഗംഭീര സംഭവം. തൊട്ടുപോറെ മമ്മൂട്ടിയുടെ, മോഹൻലാലിൻ്റെ, സുരേഷ് ഗോപിയുടെ ശബ്ദമായിട്ടൊക്കെ വരുന്നുണ്ട്. കൊള്ളലെ പയ്യൻ, അടിപൊളി ചെറുക്കൻ കേട്ടോ, കൊള്ളാം. ആതിരയ്ക്ക് അന്നൊരു ആഗ്രഹം, അവനൊരു ലൈക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. നല്ല വീഡിയോ ഇല്ലേ, നല്ല രസമില്ല ചെറുക്കൻ ചെയ്യുന്നത്, കാണാനും കൊള്ളാമല്ലോ. അങ്ങനെ ഒരു ഒറ്റ കുത്ത് ലൈക്ക് ബട്ടണില്ല. തീർന്നില്ല, ഇവളൊരു ലൈക്ക് കൊടുത്തതും അവൻ്റെ 10-15 ലൈക്ക് തിരിച്ചും മറിച്ചും ഗുണാന്ന് പറഞ്ഞ ലൈക്കോട് ലൈക്ക്. ഈ ആതിരയും അച്ചായൻ, അതായത് ജോൺസ് അച്ചായനും ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത്. രണ്ടുപേരും റീൽസ് ഇങ്ങനെ വാരി കൂട്ടുകയാണ്. രണ്ടുപേർക്കും ബോറടിച്ചിരിക്കുകയാണ്. പിന്നെ ഇവരുടെ ചർച്ച വീഡിയോ പറ്റിയാണ്. മോളെ നീയേ ആ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ, കുറച്ചുകൂടി നല്ല ലൈറ്റ് പൊസിഷനിലൊക്കെ നിൽക്കണം, അപ്പോൾ കുറച്ചും കൂടി നല്ല രസമായിരിക്കും നിൻ്റെ മുഖം കാണാൻ വേണ്ടി എന്ന് അച്ചായൻ. ഇപ്പുറത്തെ അച്ചായ കുറച്ചും കൂടി കുറേ ഡയലോഗ് കൂട്ടി പറയണേ, മറ്റേ ഡയലോഗ് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സുഖമില്ലായിരുന്നു അച്ചായ. അങ്ങനെ രണ്ടുപേരും പരസ്പരം നിർദ്ദേശങ്ങളുമായിട്ട് പോവുകയാണ്. ഇപ്പോൾ വീഡിയോ മാത്രമാണ് ചർച്ച, റീൽസ് മാത്രം. പക്ഷേ ആ ചർച്ച വഴിമാറുകയായിരുന്നു. ഒരു പുതിയ ബന്ധത്തിലേക്ക് ഇവരുടെ ചർച്ചകൾ നീളുകയായിരുന്നു. ആതിരയുടെ ഭർത്താവ് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്. 4 മണി, കൃത്യം 4 മണിക്കാണ് ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വേണ്ടി പോകും. പിന്നെ 7 മണിയാകുമ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും സ്കൂളിൽ പോകും. അതിനുശേഷം ആതിര ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഈ ഫ്രണ്ടിലെ കതകും അടച്ച് വീടിനുള്ളിൽ ഒറ്റ ഇരിപ്പാണ്. മിണ്ടാനും ഉരിയാടാനൊന്നും ആരുമില്ല. ഭർത്താവാണെങ്കിൽ 4 മണിക്ക് പോകുന്ന ആൾ ഉച്ചയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തും. 2 മണിക്കൂർ ഒന്ന് കിടക്കും. അതിനുശേഷം വീണ്ടും 4 മണിക്ക് എഴുന്നേറ്റ് ഒറ്റ പോക്ക ക്ഷേത്രത്തിലേക്ക്. പിന്നെ തിരിച്ചു വരുന്നത് 11 മണിക്കാണ്. അതുവരെ അറിയാലോ, ഒരു സ്ത്രീയുടെ അവസ്ഥ അറിയില്ല, ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിച്ച് കൂട്ടണം. ഈ ആതിരയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അവൾക്കിങ്ങനെ അടിച്ച് കറങ്ങണം, അടിച്ച് നടക്കണം. ബീച്ചിൽ പോകണം, സിനിമ കാണണം, ആരോടൊപ്പം ഭർത്താവിൻ്റെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് പോകണം, നല്ല ഡ്രസ്സ് ധരിക്കണം, ഈ ചന്തി പൊങ്ങിയ ബൈക്കിൻ്റെ പുറകിൽ ഇരുന്ന് ഭർത്താവിനോടൊപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോകണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളായിരുന്നു ഈ ആതിര. പക്ഷേ കിട്ടിയ ആളാണെങ്കിലോ അദ്ദേഹത്തിന് 24 മണിക്കൂറും ക്ഷേത്രം, പൂജ, ദൈവം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട ആളാണ് ഈ പൂജാരി. 16ാമത്തെ വയസ്സിലാണ് ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്കായിട്ട് എത്തിയത്. അതിനുശേഷം ഈ ക്ഷേത്രവും ഈ ഭാഗവും ഈ സമൂഹവുമായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട് കഴിയുകയാണ് ഈ പൂജാരി. എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ആളാണ് ഈ പൂജാരി. പോറ്റി ഞങ്ങൾ 16 വയസ്സിലൂടെ വന്നേണ്. നല്ല സ്നേഹമാണ് പോറ്റി. നല്ല സ്നേഹം. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനവും കൊണ്ട് പോറ്റി ഇഷ്ടം പോലെ ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഒരു കൊച്ചിനെ നോക്കുന്ന പോലാണോ നോക്കിയ ഭാര്യയെ? ആണോ? നല്ല രീതിയിൽ തന്നെ നോക്കി. കേട്ടല്ലോ, നാട്ടുകാർക്കെല്ലാം ഈ പൂജാരി പ്രിയപ്പെട്ടവനാണ്. പക്ഷേ ആതിരയ്ക്ക് ഇയാൾ പ്രിയപ്പെട്ടവനാകുന്നില്ല. കാരണം ഇവളുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള തോന്നൽ ഈ പെൺകുട്ടിയെ അലട്ടുകയാണ്. ചന്തി പൊങ്ങിയ ബൈക്കിൽ സഞ്ചരിക്കണമെന്ന് തോന്നിയപ്പോൾ ഇയാൾക്ക് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ല. അതുമാത്രമല്ല, ബീച്ചിൽ കൊണ്ടുപോകുന്നില്ല, ഐസ്ക്രീം മേടിച്ചു തരുന്നില്ല, നല്ലൊരു ചുരിദാർ വാങ്ങിച്ചു തരുന്നില്ല എന്നുള്ള പരാതിയുമായിട്ടാണ് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നത്. 8-9 വർഷമായിട്ട് ഈ വീട്ടിൽ തന്നെയാണ് കതകും അടച്ച് ഒറ്റ ഇരിപ്പാണ്. ഒരു പെൺകുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങളില്ലേ, പക്ഷെ ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റീൽസ് വീരൻ ചുണ്ടൊക്കെ ചോമിപ്പിച്ച് മീശയൊക്കെ പിരിച്ചുകൊണ്ട് ഇവളുടെ സ്വപ്നത്തിലേക്ക് വരുന്നത്. ഇവളുടെ സ്വപ്നത്തിൽ രാജകുമാരനായിട്ട് ജോൺസൺ അച്ചായൻ മാറുകയാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, പൊന്നുപോലെ നോക്കാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പഞ്ചാരയടിയാണ് ഇവൻ നടത്തുന്നത്. ആദ്യമേ തന്നെ ഭയങ്കര കെയറിങ്. പൊന്നെ ചക്കരെ തേനെ, നിന്നെ ഞാൻ രാജകുമാരിയെ പോലെ കൊണ്ട് നടക്കാടാ, നമുക്ക് ചന്തി പൊങ്ങി ബൈക്കിൽ പോവാടാ ചക്കര എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ
വളച്ചെടുക്കുകയാണ് ജോൺസൺ. ശരിക്കും പറഞ്ഞാൽ ജോൺസന്റെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി പോലും അടുക്കത്തില്ല കേട്ടോ. അത്രയും സൈക്കോയാണ് ഈ കക്ഷി. ഭാര്യ ഉണ്ടായിരുന്നു, 3 മക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇയാളെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് എവിടെയോ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ ഭാര്യ മക്കളൊക്കെ. ഇപ്പോൾ ഒറ്റയ്ക്കൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഇവൻ റീൽസിലൂടെയൊക്കെ ഈ പെൺകുട്ടിയുമായിട്ട് അടുക്കുന്ന ഒരു പുതിയ ബന്ധത്തിലേക്കാണ് ഇവർ ഇപ്പോൾ ചെന്ന് എത്തുന്നത്. ഇപ്പോൾ പൂജാരി നേരെ തൊട്ടപ്പുറത്ത്, ഈ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ ക്ഷേത്രം കേട്ടോ. ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് വരത്തുള്ളൂ. ആ കറക്റ്റ് ഗ്യാപ്പൊക്കെ ഈ കാമുവിന് അറിയാൻ പറ്റും. എപ്പോൾ ഈ ഭർത്താവായി പൂജാരി വീട്ടിലേക്ക് തിരിച്ചു വരും, എപ്പോൾ ഇല്ലാതാവും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പൂജാരി ക്ഷേത്രത്തിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നേരെ വീട്ടിലോട്ടൊന്നും വരാൻ ഒക്കത്തില്ല. അങ്ങനെയൊക്കെ ചില റൂൾസൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഈ കാമുവിന് നന്നായിട്ട് അറിയാം. ഒരു പ്രത്യേക വഴിയൊക്കെ ഈ വീട്ടിലേക്ക് കയറാൻ വേണ്ടി തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇത്രയും നാളായിട്ട്, 1 വർഷമായിട്ട് പോലും ഈ ചുറ്റുക്കളിയൊന്നും ഒരാൾക്ക് പോലും അറിയത്തില്ല. ഒരു പ്രത്യേക വഴിയൊക്കെ സംഘടിപ്പിച്ച് അതിലൂടെയൊക്കെയാണ് വീടിനുള്ളിലേക്ക് ആര് കയറുന്നത്? നമ്മുടെ കാമുകനായ ജോൺസൺ അച്ഛൻ കയറുന്നത്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഒരു ഗേറ്റ് ഉണ്ട്. ഇതാണ് ഗേറ്റ്. ഇതുവഴിയാ വരുന്നല്ലേ? ഇതിലെ കൂടെ തന്നെ വന്നത്. ബൈക്ക് സ്കൂട്ടി എടുത്തിട്ട് പോയത് ഇതിലെ കൂടെ തന്നെയായിരുന്നു. അവനല്ലേ? ഇതിലെ കൂടെ തന്നെ കയറുന്നത്. ഇതുവഴി ഇവിടുന്ന് ആരും ശ്രദ്ധിക്കത്തില്ല. ആരും ശ്രദ്ധിക്കും. ഇവിടെ എല്ലാം വാടക വീട്ടുകാരാണ്. ഞാൻ അതാണ് നോക്കിയത്. പിന്നെ അതിലേറ്റം വന്ന് ആ മതിൽ ചാടി കയറിയിട്ട് ആ മതിൽ വഴി കുളിമുറിക്ക് മേളിൽ കയറിയിട്ട് ചാടിയതാണ്. ഇവിടെയാണ് ആതിരയുടെ അതിബുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഏരിയ തന്നെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരുപാട് കടകളുണ്ട്, തൊട്ടു മുമ്പിൽ ക്ഷേത്രമുണ്ട്, ഒരുപാട് ആളുകളൊക്കെ തങ്ങുന്നൊരു സ്ഥലമാണ്. ആർക്കും പെട്ടെന്ന്, അന്യരായ ആൾക്കാർക്കൊന്നും പെട്ടെന്ന് ഇങ്ങോട്ട് പ്രവേശിക്കാൻ ഒക്കത്തില്ല. ഈ ഒരു സ്ഥലത്തേക്കാണ് എവിടെയോ, അതായത് എറണാകുളത്ത് ജോലിയുള്ള കൊല്ലംകാരനായിട്ടുള്ള ആ കാമുവിനെ ഈ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ഈ ഭാഗത്തെ പറ്റൊന്നും അവൻ യാതൊരു ഐഡിയയിലും ഓർക്കണം. എന്നിട്ട് പോലും റൂട്ടെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് തന്ത്രത്തിലാണ് വീടിൻ്റെ പുറവശത്തൂടെ ഈ വീട്ടിലേക്ക് കയറ്റുന്നത്. അതുമാത്രമല്ല, ആതിരയെ പറ്റി ഒരാൾക്ക് പോലും നെഗറ്റീവ് അഭിപ്രായമില്ല. ഇത്ര സമർത്ഥമായിട്ടാണ് ഈ ബന്ധം ആ പെൺകുട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പോറ്റിയുടെ ഭാര്യയല്ലേ, എങ്ങനെ സംശയിക്കാൻ പറ്റും? ദൈവത്തിൻ്റെ ജോലി ചെയ്യുന്ന പോറ്റിയുടെ ഭാര്യ ഇങ്ങനെ ആരെങ്കിലും തെണ്ടിത്തരം കാണിക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നു? ഒരാൾ പോലും ഈ പെൺകുട്ടിയെ തിരിച്ചറിക്കുന്നില്ല. അവിടെയാണ് ഈ പെൺകുട്ടിയുടെ ബുദ്ധി വിജയിച്ചിരിക്കുന്നത്. ഈ സ്ത്രീയെ പറ്റി അങ്ങനെ മോശം അഭിപ്രായമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോശമായൊരു അഭിപ്രായം ഞങ്ങളെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ പൂജാരിയുടെ ഭാര്യയെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പൊ അത്രയും പ്രോഫിറ്റ് ആണെന്നുള്ള ഒരു ഇതാണ് നമ്മളെ മനസ്സിൽ തോന്നിയത്. അവൾ ഇത്രയും കുഴപ്പക്കാരിയെന്ന് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. കണ്ട ആള് ഒരു പാവം പോലെ. കയ്യിരിപ്പ് മോശം. അത് നമുക്ക് എവിടെ മുഖത്തുനിന്ന് ഇങ്ങനെ കിട്ടിയിട്ടുമില്ല. മോശക്കാരിയാണെന്നുള്ള രീതി കിട്ടിയിട്ടുമില്ല. നമ്മളിവിടെ വെച്ച് വളർത്തുമായിരുന്നു. ആതിര എന്ന് പറയുന്ന ഈ പെൺകുട്ടിയിൽ ജോൺസൺ ഒരുപാട് അങ്ങ് അഡിക്റ്റ് ആയി പോവുകയാണ്. ഇവളില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ജോൺസൺ നീങ്ങുകയാണ്. തിരിച്ചു ഇങ്ങനെയാണ് കേട്ടോ. ലൈംഗികമായിട്ട് ഒരുപാട് തവണ ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു വല്ലാത്ത ബന്ധം അവർക്കിടയിൽ ഉണ്ടാകുമല്ലോ, സ്വാഭാവികമാണ്. അതിനിടയ്ക്ക് ഇവർ തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടും ഉണ്ട് കേട്ടോ. ഇവൻ നന്നായിട്ട് ബൈക്ക് ഓടിക്കും. ഇവൻ്റെ ഒരു ചുള്ളൻ പയ്യനാണെന്നാണല്ലോ ഈ ആദ്യയുടെ വിശ്വാസം. ഇവൻ്റെ ഒരു പുതിയ നിബന്ധനയൊക്കെ വെച്ച്, എനിക്ക് കുറച്ച് പൈസ തരുവാണെങ്കിൽ ഒരു പുതിയ ബൈക്ക് വാങ്ങാം, ആ ബൈക്കിന് പുറകെ ഇരുത്തിക്കൊണ്ട് നമുക്ക് അടിച്ച് കറങ്ങാൻ ഒരു മനുഷ്യൻ നമുക്ക് നോക്കണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൈസയൊക്കെ സൂത്രത്തിൽ ഇവൻ തട്ടിയെടുത്തു. അങ്ങനെ എല്ലാ രീതിയിലും ഇവളെ ഇങ്ങനെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് ജോൺസൺ. അങ്ങനെ ആ ബന്ധം ആരും അറിയാതെ 1 വർഷക്കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പുതിയ ആവശ്യം അവിടെ ഉന്നയിക്കുവാണ് ഈ ജോൺസൺ. ആ ആവശ്യം കേട്ട് ആരും ഞെട്ടിപ്പോകും. എന്താ പറഞ്ഞറിയാമോ? മകനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വരണം എന്നാണ് ജോൺസൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ആതിര പ്ലേറ്റ് മാറ്റുകയാണ്. ഒരിക്കലും ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ചിട്ട് വരാൻ ഇവൾ തയ്യാറാവുന്നില്ല. അതിൻ്റെ കാരണം എങ്ങനെയാണ്? ഭർത്താവിനെ കൊണ്ട് യാതൊരു ശല്യവുമില്ല. അയാൾ രാവിലെ പൂജയ്ക്കൊന്നും പറഞ്ഞു പോകും, വൈകുന്നേരത്തെ തിരിച്ചു വരത്തുള്ളൂ. അത് മാത്രമല്ല, അയാൾ ദുശ്ശീല സ്വഭാവക്കാരനല്ല, ചെലവിന് കൊടുക്കുന്നുണ്ട്, ഒരുപാട് പൈസയൊക്കെ ഇവൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ വിട്ടുവരിക എന്നുള്ളത് ഭൂലോക മണ്ടത്തരമല്ലേ? അത് മാത്രവുമല്ല, ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെപ്പോലെ ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോ ഒക്കെ കാണുന്ന ആളാണ് ഈ പെൺകുട്ടി. അങ്ങനെയുള്ള മണ്ടത്തരത്തിന് ഈ പെൺകുട്ടി തയ്യാറാവുന്നില്ല. എന്തായാലും ആ കാര്യം ഈ ജോൺസൺ പറയുകയാണ്, ഞാൻ വരത്തൊന്നുമില്ല, നമുക്ക് ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ, അയാളെ കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ, നിനക്കിത് പോരെ, ബാക്കിയെല്ലാം ഞാൻ തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സൈക്കോ അടങ്ങുന്നില്ല. അവൻ്റെ ഉള്ളിൽ ആ സൈക്കോ ഇങ്ങനെ മുടിയൊക്കെ പൊങ്ങി പുറത്തേക്ക് വരികയാണ്. നീ വന്നേ പറ്റുമോളെ, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്നിവൻ അറുത്തു മുറിച്ച് പറയുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി കേട്ടോ. ഇത്രയും വലിയ സൈക്കോയാണോ താൻ സ്നേഹിച്ചെന്നുള്ള ആ യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കി. എന്തായാലും ഇവനെ കൊണ്ട് ശല്യമായിട്ട് മാറുകയാണ് അപ്പോൾ മുതൽ. ആരോടെങ്കിലും പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. ഇവൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഞാൻ കൊല്ലും, ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഭർത്താവിനോട് ഇവൾ പറയുകയാണ്, എനിക്ക് അബദ്ധം പറ്റിപ്പോയി ചേട്ടാ, രക്ഷപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. ഒരു റീൽസ് വരുന്ന എൻ്റെ പുറകെ നടക്കുകയാണെന്നൊക്കെ പറയും, കുറേ നമ്പറുകൾ ഇറക്കുകയാണ്. കാര്യം ഇവൾ പരിശുദ്ധ ചമയുകയാണ്. യഥാർത്ഥം സംഭവിച്ചൊക്കെ നിങ്ങൾക്ക് കേട്ടല്ലോ. ഇതൊന്നുമല്ല, സൈക്കോയായ ജോൺസണിൽ നിന്ന് എങ്ങനെയെങ്കിലും തന്നെ രക്ഷപ്പെടുത്തണമെന്ന്
അവൾ ഭർത്താവിനോട് പറയുകയാണ്, പാവപ്പെട്ട ഭർത്താവ് അല്ലേ, ഒന്ന് അറിയുന്നൊരു നിമിഷം ആലോചിച്ച് നോക്കുമല്ലോ. രാവിലെയും വൈകിട്ടൊക്കെ കുടുംബം പോറ്റാൻ വേണ്ടി ജീവിതം പോലും കളഞ്ഞ് 365 ദിവസവും ക്ഷേത്രവും ദൈവമായിട്ട് ജീവിക്കുന്ന മനുഷ്യനോടാണ് ആ സ്ത്രീ ഈ ചതി ചെയ്തിരിക്കുന്നത്. എന്തായാലും ഭർത്താവ് അത് ഉൾക്കൊണ്ട്, ശരിയാണ്, തെറ്റ് എല്ലാവർക്കും പറ്റുന്നതാണ്. ആ ഭർത്താവ് ആ ഭാര്യയോട് പറയുകയാണ്, എന്തായാലും നിനക്ക് അതിനകത്ത് പശ്ചാത്താപം ഉണ്ടല്ലോ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് പോലീസിനോട് പറയാം, ഒരു പരാതിയായിട്ട് കൊടുക്കാം. ഇവളുടെ വിധം അങ്ങ് മാറി കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ പിന്നെ ജീവിക്കത്തില്ല, ഞാനും കൊച്ചും കൂടി ഇതേ ഈ ഫാനി കെട്ടി തൂങ്ങി ചാവുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പോറ്റിക്ക് അറിയാമെന്ന് പിന്നെ പോറ്റീനെ ഭീഷണിപ്പെടുത്തിയെന്ന് ഞാൻ എന്ത് പറഞ്ഞു ചേച്ചി? പെണ്ണ് പറഞ്ഞെന്ന് ഇത് വെളിയിൽ പറഞ്ഞ കൊച്ചിനെയും കൊന്ന് അവളും ചത്ത് പോറ്റിയുടെ പേരെഴുതി വെക്കുമെന്ന് പറഞ്ഞതായിട്ട് പോറ്റി പറഞ്ഞു. പാവം പൂജാരി, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് സമൂഹത്തിൽ വില നിരയുള്ള കക്ഷിയാണ്. മകനും അല്ലെങ്കിൽ ഭാര്യയും കൂടെ കെട്ടി തൂങ്ങി ചാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അയാൾ ഇവിടെ നിസ്സഹായനോട് മാറുകയാണ്, പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള നാണക്കേട്. എന്തായാലും ഇത് അയാൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണ്. എന്തെങ്കിലും ആവട്ടെ എന്ന് അയാൾ വിചാരിച്ചത് തള്ളിക്കളയുകയാണ്. ഇനിയാണ് നമ്മുടെ കാമുവിൻ്റെ രംഗപ്രവേശം. രാവിലെ 6 മണിയായി. പെരുമാതറ എന്ന് പറയുന്ന സ്ഥലത്ത് റൂമെടുത്ത് താമസിക്കുകയാണെങ്കിൽ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാനൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട്. അങ്ങനെ രാവിലെ 6 മണിയോടെ നടന്ന് കയ്യിലൊരു കത്തിയുമായിട്ട് ഈ വീട്ടിലേക്ക് വരികയാണ്. അവൻ സ്ഥിരമായിട്ട് വരുന്ന വഴിയായതുകൊണ്ട് തപ്പും തടവൊന്നുമില്ല. അവൻ സാഹചര്യം വീക്ഷിക്കുന്നു, പോറ്റി അമ്പലത്തിലേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തുന്നു, കൊച്ചിനെ സ്കൂളിൽ വിട്ടു എന്ന് അതും ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം തന്ത്രത്തിൽ ആ പിന്നിലൂടെ അകത്തേക്ക് കയറുകയാണ്. ഇതിനും ചെയ്യുന്ന പണി എന്താണെന്ന് അറിയാമോ? ആരെങ്കിലും ചെയ്യുമോ? ഇങ്ങനെയൊക്കെ ഒരു മനസ്സുള്ള ആളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ സ്ത്രീയുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടുകയാണ്. അതിനുശേഷം ആവശ്യമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീയോട് ഇവൻ ചോദിക്കുകയാണ്, നിനക്ക് ഇപ്പം എന്നോട് ഇറങ്ങി വരാൻ പറ്റുമോ? അങ്ങനെ സമ്മതിക്കത്തില്ല. കാരണം ഇത്രയും സൗഭാഗ്യങ്ങളും ഇങ്ങനെ നല്ലൊരു മനുഷ്യനെ വിട്ട് ആ സ്ത്രീ പോകത്തില്ലല്ലോ. ഇവൾ ഉറപ്പിച്ച് പറയുകയാണ്, ഞാൻ വരത്തില്ല. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, കയ്യിൽ കരുതിയിരിക്കുന്ന ആ കത്തി ഒരൊറ്റ പൂളക്കം, കാര്യം കഴിഞ്ഞു. അതിനുശേഷം ഈ സ്ത്രീയുടെ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഇവൻ രക്ഷപ്പെടുകയാണ്. പിന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. പോലീസ് അവനെ വളഞ്ഞിട്ട് പിടിക്കുന്നു, അവൻ സൂത്രത്തിൽ വിഷമടിക്കുന്നു, ആശുപത്രി കിടക്കുന്നു. എന്തായാലും ഇനി തെളിവെടുപ്പ് കാര്യങ്ങൾ കുറേ പരിപാടികളുണ്ട്. അവസാനം ചുരുക്കി പറഞ്ഞ് അവനെ തട്ടി അകത്താക്കുന്നതോടെ ഈ അധ്യായം തീരുകയാണ്. ഞാൻ ഈ വട്ടൻ്റെ കാര്യമേ പറയുന്നില്ല, അത് നമ്മുടെ വിഷയമല്ല. ഞാൻ പറയുന്നത് ഈ പോറ്റിയുടെയും ആതിരയുടെയും ജീവിതമാണ്. അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് എത്തി നോക്കാം. 8 വർഷം മുമ്പാണ് ആതിര ഈ പോറ്റിയെ കല്യാണം കഴിക്കുന്നത്. ചുമ്മാതെ ഒരാളെ കയറിയാൻ കിട്ടുമല്ലോ. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അയാളുടെ ജോലി എന്താണ്, അയാളുടെ സ്വഭാവം എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ഒരാൾ അവരുടെ ജീവിതത്തിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം ആതിരയ്ക്ക് അറിയാമായിരുന്നു. അയാളുടെ ജോലി ഇന്നതാണ്. പക്ഷേ ഒന്നുകിൽ ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഈ അവസ്ഥയെല്ലാം കണ്ടുകൊണ്ട് അയാളുടെ അപ്പം സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. അതൊക്കെ കണ്ടുകൊണ്ട് അയാളുടെ ജോലി ഇതാണ്, എൻ്റെ ഭർത്താവ് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ കുടുംബം എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് ജീവിക്കാമായിരുന്നു. അതിലങ്ങനെ ചെയ്തില്ല. ഇനി പോറ്റിയുടെ കാര്യം, പെണ്ണല്ലേ, ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും അല്ലേ. എന്നും ഒന്നും അടച്ചിട്ടൊരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ് അല്ലേ. ഒന്ന് പുറത്ത് ഇറങ്ങണം, ഭർത്താവിൻ്റെ കൈയും പിടിച്ചും നടക്കണം, ഒരു ഐസ്ക്രീം കഴിക്കണം, രണ്ടുപേരും ഒരുമിച്ച് സിനിമ കാണണം. അതൊക്കെ ഏത് പെണ്ണിൻ്റെയും സ്വപ്നമാണ്, അതൊരു അവകാശമാണ്. ഇതൊന്നും അയാൾക്ക് പറ്റാതെ വന്നു. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. 365 ദിവസവും ക്ഷേത്രത്തിൽ ജോലിയുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അയാൾ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. ആ സാഹചര്യം മനസ്സിലാക്കി ആദ്യം ജീവിക്കണമായിരുന്നു. ഈ സാഹചര്യത്തിൻ്റെ ഈ ഗ്യാപ്പിലേക്കാണ് നമ്മുടെ കള്ളക്കാമോൻ ഇരച്ചു പാഞ്ഞു വരുന്നത്. അയാൾ വലിയ ഓഫർ കൊടുക്കുകയാണ്. ഇതിനെ വെച്ച് അങ്ങനെ ജീവിക്കുന്നത് കഷ്ടപ്പെട്ട്. ഞാൻ പൊന്നുപോലെ നോക്കട്ടെ ചക്കരെ, എൻ്റെ പൊന്നല്ലട പഞ്ചാരല്ലട എന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണിനെ ആ കുഴിയിലേക്ക് വീഴ്ത്തുകയാണ്. ചുരുക്കി പറഞ്ഞ് ഇവിടെ ആ പെൺകുട്ടിയുടെ മനസ്സ് പാളിയില്ലെങ്കിൽ അത്ഭുതമുള്ളന്നേ. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുമായിട്ട് ഒരുപാട് കെയറിങ്ങിലാണ് ഈ പെണ്ണുങ്ങൾ വീഴുന്നത് കേട്ടോ. ഈ കെയറിംഗ് എന്ന് പറയുന്ന വാക്ക് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ആ കെയറിങ്ങിൽ ഈ പെൺകുട്ടികൾ വീഴുകയാണ്. അങ്ങനെ ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് അപ്പോൾ കണ്ടവനോടൊപ്പം ഇറങ്ങിപ്പോകുന്നു. അവസാനം അണ്ടി പോയ അണ്ണാനെ പോലെ തിരിച്ചു വരുന്നതോടെ ആ കഥ ശുഭമാവുകയാണ്. കല്യാണം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളി അല്ല കേട്ടോ. അത് വലിച്ചെറിയേണ്ട ഒരു ജീവിതമല്ല. നമ്മോടൊപ്പം ജീവിക്കുന്ന ആളുടെ ആ പോരായ്മകളും ന്യൂനതകളും ഗുണവും ദോഷവും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു പുതിയ വിവാഹ ബന്ധത്തിലേക്ക് കടക്കാൻ. അല്ലാതെ അപ്പോൾ കാണുന്ന അല്ലെങ്കിൽ കെയറിങ്ങുമായിട്ട് വരുന്നവൻ്റെ കൂടെ പോയിട്ട് അവസാനം കണ്ണീരും കിനാവുമായിട്ട് ജീവിക്കരുത്. ഒരു കാര്യം ഓർക്കുക, ഒരു അവിഹിത ബന്ധം ഇന്നു വരെ മുന്നോട്ട് പോയിട്ടില്ല സക്സസ് ആയിട്ട്. എല്ലാത്തിനും ഒരു ക്ലൈമാക്സ് ഉണ്ടാവും, അത് ദുരന്തത്തിൽ അവസാനിക്കത്തുള്ളൂ. അതുകൊണ്ട് അക്കരപ്പച്ച് കണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഇത്തരം കഥകൾ ഒരു പാഠമാകട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.